ഇഷ്ടമായി. ഒരു ഫീൽ ഗുഡ് ഒരു വൈബാണ് കിട്ടുന്നത്. പിന്നെ ജയറാമേട്ടൻ, കാളിദാസ്, പിന്നെ ചേച്ചിയുടെ വൈബ്. എന്താണ് ആശകളായിരം? ആശകളായിരം വെച്ചാൽ എല്ലാവർക്കും ആശകളായിരമല്ലേ, എല്ലാവർക്കും ആഗ്രഹങ്ങൾ ആയിരമാണ്. അപ്പൊ അതുപോലെ ആഗ്രഹങ്ങൾ ആയിരമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെയും ഒരുപാട് ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു സിനിമയാണ്. നിങ്ങളെ പോലുള്ളവരൊക്കെ ആ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. സിനിമയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, ചേച്ചിക്ക് ഇനിയുണ്ടോ ആശകളായിരം? ആശയ്ക്ക് ആശകൾ ഉണ്ടാവാതിരിക്കോ? ഈ കൗണ്ട് എടുക്കുമ്പോഴത്തേനും ഒരു 1000+ ആശകളുണ്ടോ ഇപ്പോഴും മനസ്സിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സ്വപ്നങ്ങൾ കണ്ട അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ ഓഫ് കോഴ്സ് എന്തൊക്കെ സംഭവിക്കുന്നു അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ആളല്ല. എൻ്റെ ഒരു കുഴപ്പമാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കര സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ. ഓഫ് കോഴ്സ് ഹാപ്പിനെസ് എന്നല്ലേ, ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ട ആഗ്രഹങ്ങൾ അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ആയി, ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, നടന്ന ഒരു ആഗ്രഹം, അങ്ങനെ ചേച്ചി സ്വപ്നം ഇങ്ങനെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് നടന്നേക്കുന്ന ഒരു ആഗ്രഹം എന്താണ്? ഇപ്പൊ ഡാൻസ്, ഫിലിം അതൊക്കെ നമുക്കറിയാം, അല്ലാതെ നമുക്ക് അറിയില്ലാത്ത ഒരുപാട് മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹമായിരിക്കാം, പക്ഷെ അത് എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ ഒരു ആഗ്രഹം ചോദിച്ചാൽ നടന്ന ആഗ്രഹം എന്തായിരിക്കും? അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പറയാൻ പറ്റില്ല മോള്. എത്രയോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നേരത്തെ അവസാനം നമ്മൾ നൃത്തത്തിൽ എന്നും എത്തുന്നു പറയുന്ന പോലെ എപ്പോഴും നമുക്ക് മോഹിക്കുന്ന പല പല വേദികൾ ഉണ്ടാവും. എക്സ്പെക്ട് ചെയ്യും നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു വേദിയിൽ കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ചില വേദികൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. പിന്നെ സിനിമകളെ പറ്റി പറയാം, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ അവസാനം. എങ്കിലും എല്ലാം അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പറയാനല്ലോ. ഒരുപാട് കാര്യങ്ങളിൽ വാട്ട് ഈസ് ഹാപ്പൻ എന്നുള്ളത്, വാട്ട് ഹാപ്പൻഡ് എന്നാണ്, അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അധികം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ പറയാൻ ഇല്ല ആക്ച്വലി. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ഭയങ്കര അങ്ങനെ ഇല്ല എനിക്ക്. അതുകൊണ്ട് കുഴപ്പമാണോ അത്? പക്ഷെ ചേച്ചിക്ക് എല്ലാം ദൈവ സഹായിച്ചെല്ലാം വരുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, സന്തോഷം സങ്കടവും എല്ലാം കഴിഞ്ഞ എല്ലാം മിക്സ്ഡ് ആണല്ലോ ലൈഫ്, അത്രേ ഉള്ളൂ. ജയറാമേട്ടൻ ആൻഡ് കാളിദാസ് ആയിട്ടുള്ള ഒരു വൈബ് എങ്ങനെ? ഞാൻ ജയറാമേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ ചേച്ചിയുടെ പുറകെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തി നടന്ന ഒരു വ്യക്തിയാണോ? ആര് പറഞ്ഞു? ഈശ്വര പുറകെ നടന്നു എന്നൊക്കെ, ചെരുപ്പ് തേനു എന്നൊക്കെ ഇങ്ങനെ ജയറാമേട്ടൻ തമാശക്ക്. അതൊരു അവാർഡ് ഫംഗ്ഷനില് അതിനു മുമ്പ് പറയാണ്, ജയറാമേട്ടൻ എന്റെ നെയ്ബറാണ്. എന്റെ വീട്ടില് ഞങ്ങൾ രണ്ടുപേരും പെരുമ്പാവൂരുകാരാണ്. അതിന്റെ ഒരു പെരുമ്പാവൂരുകാർക്കായിരിക്കും ഈ സിനിമ ഇറങ്ങാൻ ഏറ്റവും സന്തോഷം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നതിന്റെ സന്തോഷം. പെരുമ്പാവൂരാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്, വളരെ അടുത്താണ് വീട്. ജയറാമേട്ടന്റെ അനീത്തി എന്റെ കോളേജ് മേറ്റ് ആണ്, മഞ്ജു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ജയറാമേട്ടൻ സിനിമാ നടനാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം പോലെ സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോടെ, അങ്ങനെ ആ ആഗ്രഹമില്ലേ സിനിമാ നടനെ കാണണമെന്നുള്ള ആഗ്രഹം, ആശകളായിരുന്നു. അങ്ങനെ കണ്ടിട്ടുള്ള ആദ്യത്തെ സിനിമാ നടൻ, ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഫിലിം ആക്ടർ എന്ന് പറയുന്ന ഒരാള് ജയറാമേട്ടനായിരിക്കും. ഓഫ് കോഴ്സ് ഞങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്നു, തൊട്ടടുത്ത് സിനിമാ നടനെ കാണുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം പറയുന്ന അപ്പൊ ഒരു ഫിലിം അവാർഡിന് ചെന്നപ്പോ ഒരു തമാശക്ക് ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇതൊക്കെ. ജയറാമേട്ടൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണ്, അല്ലാണ്ടൊന്നുമില്ല, ചുമ്മാ തമാശക്ക് ഉണ്ടാക്കി. അപ്പൊ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ നോക്കൂ, ജയറാമേട്ടന്റെ അല്ലേ വൈഫായി, ജയറാമേട്ടന്റെ മോന്റെ അമ്മയായിട്ടും കൂടെ അഭിനയിക്കുന്നു. അന്ന് അവരൊക്കെ അല്ലേ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മള് ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും നമുക്ക് ആദ്യമായിട്ട് ആ വീട്ടിന്റെ പുറത്തു കൂടെ പോകുമ്പോൾ നമുക്ക് ജയറാമിന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ആളായിരുന്നു ഞങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം. ഈ നമുക്ക് എല്ലാം മനസ്സിൽ ജയറാമേട്ടനും കാളിദാസും കൊച്ചു സന്തോഷങ്ങളാണ്. അത് ഇടയ്ക്ക് എടുത്ത് കാണുമ്പോൾ ഒരു സുഖമാണ്. അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ എടുത്ത് ഇങ്ങനെ ആ മൂവി കാണും. അപ്പൊ അതിനുശേഷം ജയറാമേട്ടനും കാളിദാസിന് ഇങ്ങനെ ഒരു ആശകളായിരം അതിന്റെ ടീച്ചർ ഇറങ്ങിയപ്പോ തന്നെ ഒരു ഫൺ, അവരുടെ ഒരു വൈബൊക്കെ വർക്ക്ഔട്ട് ആയി. അതിന്റെ ഒപ്പം ആശ ചേച്ചിയുടെ ഡയലോഗും എങ്ങനെയാണ് അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആശകളായിരത്തിൽ? ഭയങ്കര അച്ഛൻ മോൻ എന്നുള്ളതൊരു ഭയങ്കര ഒരു സുഹൃത്തുക്കളെ പോലെ. അച്ഛൻ മോൻ മാത്രം പറയാൻ പറ്റില്ല, അശ്വതിയും കൂടെ പറയണം, പാർവതിയും കൂടെ പറയണം. ഒരു ഭയങ്കര വൈബാണ്. ലൊക്കേഷനിൽ വരുമായിരുന്നു പാർവതി. അപ്പം ആ ഒരു കെമിസ്ട്രി നമുക്ക് ലൊക്കേഷനിൽ
ലൊക്കേഷനിലുള്ള അതേ കെമിസ്ട്രി നമുക്ക് സ്ക്രീനിലും നമുക്ക് കിട്ടുമായിരുന്നു. കണ്ടിരിക്കില്ല, ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കും ഒരു കൗതുകമായിരുന്നു, ഇവരെങ്ങനെയായിരിക്കും അഭിനയിക്കുന്ന സീൻസ്, എങ്ങനെയാ അവരത് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ആക്ഷൻ പറയുമ്പോൾ നമുക്ക് അച്ഛൻ മകൻ അമ്മ മകൾ എന്നൊന്നുമില്ല, പക്ഷെ എന്നാൽ ആ ഒരു രസമായിരുന്നു ഇവർ നമ്മൾ അഭിനയിക്കുന്നതാണ്, തമാശ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ വീട്ടില്, ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ എന്റെ ഒരു കുസൃതിക്ക് ഞാൻ ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും അമ്മയാണ്. കാളിദാസൻ നല്ലൊരു മോനാണ്, നല്ലൊരു മോനെ ഉദ്ദേശിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. ഭയങ്കര നമുക്ക് ഭയങ്കര വാത്സല്യം തോന്നുന്ന, ഒരു അമ്മമാർക്കൊരു വാത്സല്യം തോന്നുന്ന, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. ഞാനും കണ്ണാന്നാ വിളിക്കുന്നത്, കണ്ണൻ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ആയിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മോൻ തന്നെയാണോ, അങ്ങനെയാണ് നമുക്ക് തോന്നാം. എന്റെ രണ്ടാമത്തെ മോൾ അമ്മു വരുമായിരുന്നു ലൊക്കേഷനിൽ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മുവിന് ചില കുശുമ്പ് വരെ വരുമായിരുന്നു ഞാനിങ്ങനെ കണ്ണനെ പറ്റി പറയുമ്പോ. വലിയൊരു ഇപ്പൊ ചോദിക്കാ, ചേച്ചിക്ക് 2 പെൺമക്കളാണ്, അപ്പം എപ്പോഴെങ്കിലും ആഗ്രഹിച്ച ഒരു മോൻ, എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, എനിക്ക് മോൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു ആൺകുട്ടി വേണം എന്നുള്ളത്. അത് എന്തിനാ പെൺകുട്ടിയും, ഓഫ് കോഴ്സ് 2 പെൺകുട്ടികളെ വേണം, എനിക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഒരു മോൻ ഉണ്ടായേക്കൊള്ളാന്ന് എവിടെയോ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് മോൻ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണ എന്ന് വിളിക്കുന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ മോളെ കല്യാണം കഴിച്ചത് എന്റെ മോൻ തന്നെയാണ്, മോൻ എന്നാണ് വിളിക്കുന്നത്. ആ മോനെ ഞാൻ കണ്ണാന്നാ വിളിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മുടെ കണ്ണനും. ഈ ഉത്തര വന്നിട്ടുണ്ടായിരുന്നു സെറ്റില്, ഉത്തരയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല, പഠിക്കുകയാണ് ഇപ്പോഴും. കീർത്തന വരുമായിരുന്നു, കീർത്തന നാട്ടിലുണ്ടായിരുന്നു, കീർത്തന വരുമായിരുന്നു. ഇപ്പൊ കീർത്തന ഈ കണ്ണനെ സ്നേഹിക്കാൻ കാളിദാസനോട് ഇങ്ങനെ നല്ല മോനാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കുശുമ്പ് എന്തായിരിക്കും? നല്ല കുശുമ്പുണ്ടായിരുന്നു അമ്മൂന്, ശരിക്കും നല്ല കുശുമ്പുണ്ടായിരുന്നു. ലൊക്കേഷനിൽ കണ്ണൻ മാത്രമായിരുന്നില്ല, കുറെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മോളായിട്ട് അഭിനയിക്കുന്ന സൂര്യ ഉണ്ടായിരുന്നു, പിന്നെ ഭാഗി എന്ന് പറഞ്ഞ വേറൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട്. കുറെ കുട്ടികളുണ്ട് ഇതിനകത്ത്, ഇഷാനിയുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെല്ലാവരും ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു യങ് വൈബ്, ഒരു ജെൻസി വൈബ് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ മുഴുവൻ. ഞാനും ഒരു പകുതി ജെൻസി മദർ ആയതുകൊണ്ട് എനിക്ക് ഇവരായിട്ട് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അതെ, ചേച്ചി ഉണ്ടായിരുന്നു ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു, ഒരമ്മയായി. പക്ഷേ എപ്പോഴും പല വൈബ് ഭയങ്കര രസമാണ് ചേച്ചി. ഇപ്പൊ മോളായിക്കോട്ടെ, ഇപ്പൊ മരുമോനായിട്ട് നമ്മൾ ഇൻസ്റ്റയില് തുറന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മരുമോനായിട്ട് വൈബ് തോന്നിപ്പിക്കുന്ന ഒന്ന് ആശ ചേച്ചിയും പിന്നെ താര കല്യാണി ചേച്ചിയാണ്. മരുമക്കളെ സ്വന്തം മകനെ പോലെ, അല്ലെങ്കിൽ അവരൊരു ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ മോളുടെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ വളരെ റയറസ്റ്റ് ഓഫ് റയർ. നമുക്ക് സ്വന്തം അമ്മ ഒരു ഫീല് കിട്ടിയാലാണ്. ഇപ്പൊ ചേച്ചിയുടെ ഇൻസ്റ്റ തുറന്നാലും ഇപ്പൊ ഉത്തരയുടെ തുറന്നാലും നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഡാൻസ് ആയിക്കോട്ടെ, ശരത്തേട്ടന്റെ ഡാൻസ്. അതെ, അയ്യോ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു റീലും പാവട്ടോ, എങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ശരത്തേട്ട പാവട്ടോ. അതെ, നിങ്ങൾ എല്ലാവരും ഹെവി കോസ്റ്റ്യൂമില്, പാവത്തിന് ഇച്ചിരി സ്ഥലമുള്ളൂ, പക്ഷെ ഭയങ്കര രസമാണ്. അതൊന്നും പ്ലാൻ ചെയ്തൊന്നും ചെയ്യണം. ശരിക്കും പറഞ്ഞ ഈ റീൽ എടുക്കുന്നൊന്നും എന്റെ പരിപാടിയല്ല. ഞാനും ഇതും തമ്മിലൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഈ പ്രോഗ്രാം കഴിയുമല്ലോ, ഷോ കഴിയുമ്പോഴാണ്, ഷോയ്ക്ക് മുമ്പ് വന്നാൽ ഞാൻ ഓടിക്കും പങ്കുനെ. നമ്മൾ ആ സ്റ്റേജിൽ കയറണം, കളിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡ് ആണ്. ഞാനൊക്കെ ഇപ്പോഴും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പോലെയാണ് ഓരോ സ്റ്റേജും എനിക്ക് തോന്നുന്നത്. അപ്പൊ തുടങ്ങുന്ന മുമ്പ് ഞാൻ സമ്മതിക്കാറില്ല, പറ്റില്ല, എനിക്ക് ഓടിക്കും ഞാൻ. അപ്പൊ കഴിഞ്ഞ് കഴിയുമ്പോ ഒരു റീലൊക്കെ ആയിട്ട് വരാം, അമ്മ നമുക്കിത് ചെയ്താലോ. അപ്പം ശരത്തേട്ടനോട് അച്ചാന്ന് ഇവര് ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ പരിപാടികളൊക്കെ. ശരത്തേട്ടൻ ഡാൻസ് ആയിട്ടൊന്നും ബന്ധമില്ല. പിന്നെ പക്ഷെ ഞങ്ങൾ ആ ഒരു വി എൻജോയ് ദ വൈബ്, കുട്ടികളുടെ ഒരു സന്തോഷം, അവരുടെ കൂടെ കൂടുക. നമ്മൾ അവരിലൂടെ ജീവിക്കാണല്ലോ, ഈ ഒരു ജനറേഷനിലൂടെ ഞങ്ങള് ജീവിക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. നമ്മളും ഒരു യങ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ റീലും ഒക്കെ ഈ വക കലാപരിപാടി, ഈ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുന്നത് ഒരു ഫൺ. ആസ് എ മദർ 2 മക്കളുടെ ആശകളെല്ലാം നിറവേറ്റി കൊടുത്ത ഒരു അമ്മയും അച്ഛനും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആശ ചേച്ചിയുടെ? അവരുടെ ആശകൾ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് എന്തെന്ന് ഞാൻ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്. എനിക്ക് വേണ്ടത് ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടേ ഇല്ല. ഈവൻ ഡാൻസ് അടക്കം അവർക്ക് എപ്പോ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യമേ ചെറുതിലെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ വേണ്ട, കാല് വേന എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ലതം, അവർക്ക് എപ്പോ കംഫർട്ടബിൾ ആവുമ്പോ അപ്പൊ പഠിപ്പിക്കാമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവർക്ക് എന്താണോ വേണ്ടതെന്ന് അവരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ അവർ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അവരുടേതായിട്ടുള്ള, അവർ കുറച്ചുകൂടെ മെച്ചൂർ ആകുമ്പോൾ അവർക്ക് അറിയാലോ അവർക്ക് എന്താ വേണ്ടതെന്ന്. സോ അവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോഴും അവർക്ക് എന്താ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യം എന്നോടായിരിക്കും പറയണ്ടാവുക. എന്നോടെന്ന് വെച്ചാൽ എന്നോടും ശരത്തേട്ടനോടും ആയിരിക്കും പറയണ്ടാവുക. അത് അവർക്ക് എന്ത് വേണമോ അത് ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് സബലീകരിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത്
ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടോന്ന് വെച്ചാൽ അത് അവരെ തന്നെ പറയേണ്ടി വരും. പക്ഷെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് ആഗ്രഹമുള്ള, അവർക്ക് ഇന്ന സ്ഥലത്ത് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ അവരെന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കാൻ നമ്മളൊരു ശ്രമം ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ അത് ചോദിക്കാൻ കാരണം ഉത്രയുടെ പല ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് എന്താ പേജ് ഒരു ഫാഷൻ റാമ്പിൽ വർക്ക് ചെയ്യണം, അപ്പൊ അത് നടന്നിട്ടുണ്ട്. ഒരു ഫിലിമിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു, അപ്പൊ ആ ആഗ്രഹം നടത്തി വെച്ചു. അപ്പം എനിക്കൊരു വിവാഹം, എനിക്കൊരു പാർട്ട്ണറിനെ, ഒരു കൂട്ട് വേണം എന്ന് പറഞ്ഞപ്പോ അത് ഇപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മക്കള് ചോദിച്ചത്, അത് അവര് നല്ല ഉദ്ദേശിച്ച് ചോദിക്കുന്നതെല്ലാം തന്നെ നടത്തി കൊടുത്ത ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ശ്രമിക്കാറുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെ അവരും അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള കുട്ടികളല്ല കേട്ടോ. മോശപ്പെട്ട കാര്യങ്ങൾ വേണം അങ്ങനെ പറയാറ്, ഒരുപാട് ആഗ്രഹങ്ങളൊന്നും പറയുന്നവരും അല്ല. ഒരു വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്ന രണ്ട് പിള്ളേരുമാണ്. എനിക്കിപ്പോ അവർക്ക് പറ്റാത്തൊരു കാര്യം, എനിക്ക് പറ്റാത്തൊരു കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ലല്ലോ, എന്നാൽ കഴിയാത്തത്. പക്ഷെ അവർക്ക് അറിയുന്ന രീതിയിൽ ഒതുങ്ങി നിന്ന് വേണ്ടത്, അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, പിന്നെ ഒരു ഫണ്ണായിട്ട് ജീവിതത്തിനെ കാണാൻ നോക്കാറുണ്ട് അവരുടെ കൂടെ. അതെ, ഓക്കെ. ഈ ചേച്ചി ഇപ്പം ചേച്ചിക്ക് വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് മൂവി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടില് സമ്മതിക്കാതെ, ചേട്ടന്മാര് അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ ചേട്ടന്മാര് സമ്മതിക്കാത്തതുകൊണ്ട് അഭിനയം വേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ തീരുമാനം എടുത്തില്ല, അവര് തീരുമാനിച്ചു, ഞാൻ അനുസരിച്ച്. അപ്പൊ ഇപ്പത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പൊ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ? അതൊരു ആഗ്രഹമായിട്ട് ചേച്ചി അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, അന്ന് അത് പറ്റാത്തതിൽ ഒരു കുട്ടിയുടെ മനസ്സ് ചിലപ്പോൾ തീർച്ചയായിട്ടും വേദനിച്ചിട്ടുണ്ടാവും, എനിക്ക് പറ്റിയില്ലല്ലോ. പക്ഷെ അതിനുശേഷം അത് പറയുമ്പോഴാണ് എന്നെ ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്ന ജയറാമേട്ടനാണ്. കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. ഇപ്പൊ പെരുമ്പാവൂരുള്ള ഒരു കുട്ടിയെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമലദളം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് ആശയം വിളിക്കുന്നുണ്ട്. ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന പ്രണവ് ആർട്സിന്റെ ചിത്രമാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നത് ജയറാമേട്ടനാണ് ആക്ച്വലി ആ കാലത്ത്. ആദ്യമായിട്ട് സംഭവിച്ചില്ല, സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അച്ഛനമ്മയെ സമ്മതിച്ചില്ല. പക്ഷെ അത് സംസാരിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് ആദ്യമായിട്ട് ആ സിനിമ എന്നുള്ള എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയാനൊക്കെ സാധിച്ചത്. അന്നത് നടന്നില്ല, അന്ന് ചിലപ്പം അത് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാം ഒരു ഡെസ്റ്റിനി, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനങ്ങനെ വലിയ ദുഃഖമൊന്നുമില്ല, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്തെങ്കിലും പരിഭവങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാത്ത കൂട്ടത്തിൽ ഇപ്പം ഒരുപാട് എന്താ പറയാ, ഇപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിച്ച ഒരു കുട്ടിയാണ്. ഇപ്പൊ ബ്രദേഴ്സ് പറയുന്ന അനുസരിച്ച് മാത്രം ജീവിച്ച, ഞാൻ മാത്രമല്ല ആ കാലത്തുള്ള എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചേച്ചി ഫിലിം യൂസ് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ ഓപ്പൺ അപ്പ് അയക്കുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേനും അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും നല്ല കുട്ടിയായിരുന്നു. അത്ര നല്ല കുട്ടി എന്ന് വെച്ചാൽ അത് ആ കാലത്തുള്ള, മോൾക്ക് അറിയാത്തോണ്ട് ആ കാലത്തുള്ള ഒട്ടുമിക്ക കുട്ടികളും എന്നെ പോലെ ആയിരിക്കും. കാര്യം അച്ഛനമ്മമാര് പറയുന്നത് ആണ് നമ്മൾ അനുസരിക്കേണ്ടത്. അങ്ങനെ വേറൊരു ഒരു നമുക്ക് തിരിച്ചു പറഞ്ഞില്ല എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയാനുള്ള ഒരു അങ്ങനെ ആ കാലത്ത് വളരെ കുറവായിരിക്കും. ജയറാമേട്ടന്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ സെറ്റില് ഭയങ്കര ഫണ്ണായിരിക്കും, കൗണ്ടർ അടിക്കും, കളിയാക്കും പരസ്പരം. വെറുതെ ഇങ്ങനെ ഇതുപോലെ എന്റെ പണ്ടത്തെ സ്റ്റോറീസ്, അവർക്കൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പണ്ടത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്നു ജയറാമേട്ടൻ മറ്റാരോടും പറയാത്ത സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളത് എന്നോടായിരിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള മുഴുവൻ പെരുമ്പാവൂർ കഥകളാണ്. വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് അത് പറയാൻ പറ്റില്ല. പെരുമ്പാവൂർ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ജയറാമേട്ടൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ഏരിയയില് ബ്രാഹ്മണരാണ് കൂടുതലുള്ളത്. കൂടുതൽ ആ ഒരു ബ്രാഹ്മണ ഏരിയയിലാണ് താമസിക്കുന്നത്. ഞാൻ ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളല്ല. പക്ഷെ ആ ഒരു ഏരിയയിലുള്ള മാമിമാരും കുറെ സാമി എന്നാണ് നമ്മൾ അങ്ങനെയുള്ള, ജയറാമേട്ടന്റെ അച്ഛനെയൊക്കെ നമ്മൾ സാമി എന്നും അമ്മയെ മാമി എന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് അവർ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണ് ഞങ്ങളൊക്കെ. എന്നെ പോലെ കുറച്ച് കുടുംബങ്ങളുണ്ട് അവിടെ, അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിനടുത്ത്. സോ അവിടെയുള്ള ഓരോ കുടുംബക്കാരുടെ കഥകൾ, പണ്ടത്തെ കഥകൾ, ഇപ്പോഴത്തെ കഥകൾ, ഞങ്ങളുടെ ഫൈൻ ആർട്സ് സൊസൈറ്റി ഞങ്ങളുടെ അവിടുത്തെ അരുൺകുമാർ സാറിന്റെ അവിടുത്തെ ആനക്കഥകള്, ജയറാമേട്ടന്റെ സ്കൂൾ കഥകള്, പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള 1000 ആളുകളും 1000 കഥകളും ഉണ്ട്. സോ അതൊക്കെ പറയുന്നു. പിന്നെ എല്ലാ ആൾക്കാർക്കും ഈ ചെറിയ ചെറിയ പെറ്റ് നെയിം വെച്ചിട്ടാണ്
അതെ അതെ Pet name വെച്ചാ ഞങ്ങളുടെ നാട്ടിൽ അറിയുന്നത് കൂടുതൽ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ചിരിയും വരും, നമുക്കും ചിരി വരും. ആ സാമി മറ്റേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫുൾ ഷൂട്ട് ഞങ്ങൾ പെരുമ്പാവൂർ ഒന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ്? എല്ലാം എറണാകുളത്തായിരുന്നു. എല്ലാം കൊച്ചിയിൽ തന്നെ ആയിരുന്നു. ഓക്കെ. അങ്ങനെ ഇപ്പം ഈ ചേച്ചിനെ പോലെ തന്നെ ഒരു അടിപൊളി പാരന്റിങ് ചെയ്ത രണ്ട് വ്യക്തികളാണ് ജയറാമേട്ടനും അശ്വതി ചേച്ചി. കാരണം അവരുടെ മക്കളെ ഓരോ സ്റ്റേജിൽ ഇപ്പൊ കണ്ണന്റെ ഒക്കെ കല്യാണത്തിന് ജയറാമേട്ടൻ പറയുന്ന വാക്കുകളായാലും അവരുടെ വീഡിയോസ് തന്നെ അവരെ 4 പേരെ കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആ സൈഡിലെല്ലാം ഭയങ്കര പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഉണ്ടല്ലോ, ഞാൻ കണ്ണനോടും പറയായിരുന്നു. കണ്ണനും ചക്കിയും നല്ല മക്കളാണ്. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ they know how to behave. നല്ലോണം ആരോടാണെങ്കിലും പെരുമാറാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, കോൺവെർസേഷൻ ഉണ്ടാക്കാൻ അറിയാം, ഒരാളെ കംഫർട്ടബിൾ ആക്കാൻ അറിയാം. അതൊക്കെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്, അറിയാതെ വന്നിട്ടുള്ള ക്വാളിറ്റിയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഉണ്ട്, പക്ഷെ ഈ 2 കുട്ടികൾക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് കണ്ണനോട്, ഐ എം റിയലി അപ്രീഷിയേറ്റ് നിങ്ങളെ ഇങ്ങനെ ബ്രോട്ടപ്പ് ചെയ്തതിന്. അപ്പൊ എന്നോട് ഭയങ്കര പ്രൗഡ്ലി പറഞ്ഞു, ജയറാമേട്ടനോട് ഞാൻ പറഞ്ഞു, 2 പേരും പറഞ്ഞു ഒരു പേരാണ്, അശ്വതി പാർവതി അമ്മ. ബിക്കോസ് ഇവരൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ജയറാമേട്ടൻ ആ സമയത്തൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ഇവരെ ആ ഒരു പേരന്റിങ് അല്ലേ, എന്ത് രസമായിട്ടാണ് പാർവതി ഇവരെ വളർത്തിയിരിക്കുന്നത്. ചക്കി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, ചക്കിയും വന്നു പോയിരുന്നു. പക്ഷെ കണ്ണന്റെ ഒരു ബിഹേവിയർ പ്രായമായ ആൾക്കാർ വരുമ്പോഴാണെങ്കിലും എന്നോടുള്ള ബിഹേവിയർ ആണെങ്കിലും, ഇപ്പൊ എന്റെ അമ്മു ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, അമ്മുവിനോടാണെങ്കിലും എൻറ്റയർ ക്രൂവിനോടാണെങ്കിലും സച്ച് എ വണ്ടർഫുൾ ചിൽഡ്രൻ. അവരുടെ ആ ഒരു പേരന്റിങ്ങിന്റെ തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാവരോടും ചെന്ന് ജയറാമേട്ടനെ കളിയാക്കുക. ഞങ്ങളൊക്കെ തമ്മിൽ 4 ശരത്തേട്ടനും അമ്മും പങ്കും ചേർന്ന് എന്നെയൊക്കെ കളിയാക്കി കൊല്ലും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെയുണ്ട്. അതേപോലെ ഒരു വൈബ് ഞാൻ അവിടെ കണ്ടു. ഇറ്റ്സ് നോട്ട് ജഡ്ജ്മെന്റ് അല്ല, അമ്മയാണ് അങ്ങനെ പറയാൻ പാടില്ല, അച്ഛൻ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു വി 4 ഫ്രണ്ട്സ് എന്നുള്ള ഞങ്ങളുടെ വീട്ടിൽ കണ്ട അതേ വൈബാണ് അവിടെ കണ്ടത്. ഈ കണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കല് ഭയങ്കര ഇതാണ്. ഒളിച്ചും കണ്ടും ഫണ്ണി മൊമെന്റ്സ് എടുത്തിട്ട് എന്തൊക്കെ വീഡിയോ ഞാൻ ഇപ്പൊ ചോദിക്കാൻ വരും, അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റേ പാർവതി അശ്വതി പറയും, എനിക്ക് പേടിയാവും ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വെക്കുമ്പോ ഞാൻ ഡീസന്റ് ആയിട്ടിരിക്കും. കാരണം ബർത്ത്ഡേക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണൻ നല്ല ടാഗ് ലൈൻ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല കോമഡി പാട്ടൊക്കെ ഇട്ടങ്ങ് ഇറക്കും. ചക്ര മക്കളാണ് എന്തായാലും. കണ്ണൻ ഭയങ്കര സ്വീറ്റ് ആണ്. ചേച്ചിയുടെ അടുത്ത് ലൈക്ക് ഇപ്പൊ ഒരു ആൺകുട്ടി ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിക്കുമ്പോഴത്തേനും ചേച്ചി ഇവിടെ വന്നിട്ട് ശരത്തേട്ടനോട് നമുക്കൊരു ആൺകുച്ചിനെ വേണമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇനിയിപ്പോ ഉണ്ടാവില്ല, പക്ഷെ എന്തുകൊണ്ട് അപ്പൊ ചിന്തിച്ചില്ല നിങ്ങള്? അയ്യോ